ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് T3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ എക്സാം എങ്ങനെയാണെന്ന് നോക്കിയാലോ. കൂട്ടുകാരെ, പരീക്ഷയൊക്കെ ഇങ്ങ് അടുത്തില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലേ? കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ 3-ാം ദിവസം ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂട്ടുകാരുടെ പേരെഴുതാനും സ്കൂളിൻ്റെ പേരെഴുതാനും ഡിവിഷൻ എഴുതാനും ഒക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായി തന്നെ കൂട്ടുകാർ എഴുതുക. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, നാടകം കളിക്കാം. നീതുവും കൂട്ടുകാരും നാടകം കളിക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്? ചിത്രങ്ങൾക്ക് നേരെയുള്ള കളങ്ങളിൽ എഴുതിക്കോളൂ. ഒന്നാമത്തെ ആൾ പറയുകയാണ്, ഞാൻ മുയൽ, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, സസ്യാഹാരം മാത്രമേ കഴിക്കൂ, കുഞ്ഞുങ്ങളെയും പ്രസവിക്കും. അപ്പോൾ പരുന്ത് പറയുകയാണ്, ഞാൻ പരുന്ത്, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, മാംസാഹാരം മാത്രമേ കഴിക്കാറുള്ളൂ, കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിക്കും. അപ്പോഴതാ ചിത്രശലഭം പറയുകയാണ്, ഞാനാണ് ചിത്രശലഭം, എനിക്ക് വർണ്ണനിറത്തിലുള്ള ചിറകുകളുണ്ട്, എനിക്ക് ആയുസ് കുറച്ച് മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കി, കൂട്ടത്തിൽ പെടാത്തത് ആര്? കണ്ടെത്തൂ. കോഴി, തത്ത, പശു, താറാവ്. ആരാണ് കൂട്ടുകാരെ കൂട്ടത്തിൽ പെടാത്തത്? അതെ, പശു. കൂട്ടത്തിൽ പെടാതിരിക്കാൻ കാരണം എന്താണ്? അതെ, പശു ഒരു മൃഗമാണ്. ബാക്കിയുള്ളവയോ? അവ പക്ഷികളാണല്ലോ. പ്രവർത്തനം 2 നോക്കാം. സാധനങ്ങൾ വാങ്ങാം. നാടകം കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ നീതുവും അതിലും കടയിലെത്തി. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, കടയിൽ തൊട്ടടുത്തായിട്ട് വിലവിവര പട്ടിക വച്ചിട്ടുണ്ട്. സാധനങ്ങളും അവയുടെ വിലയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ സാധനങ്ങൾക്കും വിലകൾ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കൂ. ബലൂൺ 15 രൂപ, ക്രയോൺ 10 രൂപ, മാല 25 രൂപ, വള 12 രൂപ, കമ്മൽ 20 രൂപ, കളിത്തോക്ക് 28 രൂപ, പാവ 24 രൂപ, മുഖം മൂടി 30 രൂപ. നീതുവിൻ്റെ കയ്യിൽ 2 10 രൂപ നോട്ടുകളും ഒരു 20 രൂപ നോട്ടുമുണ്ട്. മുഴുവൻ തുകയും ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ അവൾ തീരുമാനിച്ചു. നീതുവിൻ്റെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? എങ്ങനെ കണ്ടെത്തും? 2 10 രൂപ നോട്ടുകളും ഒരു 20 രൂപ നോട്ടും. കൂട്ടി നോക്കൂ. നീതുവിൻ്റെ കയ്യിൽ 40 രൂപയാണുള്ളത്. നീതുവിന് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? എഴുതിക്കോളൂ. ക്രയോൺ 10 രൂപ, മുഖം മൂടി 30 രൂപ. ആകെ എത്രയാണ്? 40 രൂപ. അതുലിൻ്റെ കയ്യിൽ 32 രൂപയുണ്ട്. മുഴുവൻ തുക ഉപയോഗിച്ച് അവൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിരിക്കും? എഴുതാം. എഴുതിക്കോളൂ. കമ്മലും വളയും അവന് വാങ്ങാൻ കഴിയുമല്ലേ? കമ്മലിന് എത്ര രൂപയാണ്? 20 രൂപ. വളയ്ക്കോ? 12 രൂപ. അങ്ങനെയാണെങ്കിൽ 32 രൂപയും തീർന്നില്ലേ? തീർന്നു. പ്രവർത്തനം 3, ക്ഷണക്കത്ത്. ഇത് കൂട്ടുകാർ തയ്യാറാക്കണം കേട്ടോ. 2022 ഡിസംബർ 23 ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ നീതുവും കൂട്ടുകാരും തീരുമാനിച്ചു. ബാലസഭയിൽ പങ്കെടുക്കാനായി കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള ഒരു ക്ഷണക്കത്താണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. കൂട്ടുകാർ തയ്യാറാക്കി നോക്കൂ. പ്രവർത്തനം 4, കലണ്ടർ. 2025 ഇനി അല്പനാളുകൾ മാത്രം. മീനു ബാലമാസികയിൽ വന്ന 2025 ജനുവരി മാസത്തെ കലണ്ടർ കണ്ട് അത്ഭുതപ്പെട്ടു. അതിലൊരു തീയതി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒഴിഞ്ഞ കളങ്ങളിലെ തീയതികൾ പൂരിപ്പിക്കാം. ഏത് സംഖ്യയാണ് കൂട്ടുകാരെ ഇവിടെ കൊടുത്തിരിക്കുന്നത്? 5. അപ്പോൾ ജനുവരി മാസത്തിൽ 31-ാം തീയതി വരെ ഉണ്ടല്ലേ? അപ്പോൾ കൂട്ടുകാർ എഴുതിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21
22, 23, 24, 25, 26, 27, 28, 29, 30, 31. അപ്പോൾ നമ്മൾ 1 മുതൽ 31 വരെയുള്ള സംഖ്യകൾ എണ്ണാനും എഴുതാനും പഠിച്ചു അല്ലേ? അതെ. അടുത്ത് നോക്കി, 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ഇത് ഏത് ദിവസമാണ് വരുന്നത്? അതെ, വ്യാഴാഴ്ചയാണ് വരുന്നത്. അടുത്ത് 2025 ജനുവരി മാസം ആകെ എത്ര ഞായറാഴ്ചകളാണുള്ളത്? 5 ഞായറാഴ്ചകളാണുള്ളത്. അടുത്ത് ഞായറാഴ്ചകൾ വരുന്ന തീയതികൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? എഴുതിക്കോളൂ. 1, 8, 15, 22, 29. ഇനി 2025 ഫെബ്രുവരി 1 ഏത് ദിവസമാണ്? അതെ, ബുധനാഴ്ചയാണല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 3-ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്